രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ കൃഷ്ണഭക്തനും ഓരോ വിഷ്ണു ഭക്തനും കൊതിക്കുന്ന മാസമാണ് വൈശാഖ മാസം. ആ വൈശാഖ മാസം പുണ്യമാസമാണ്. ഈ വൈശാഖ മാസത്തിലാണ് ശരിക്കും പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ലക്ഷ്മി ദേവിയുമൊത്ത് ഭൂമിയിലെത്തിയിട്ട് തൻ്റെ ഓരോ ഭക്തരുടെ വീടും സന്ദർശിക്കുന്ന മാസമാണ് വൈശാഖ മാസം. അപ്പം നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയോ മഹാവിഷ്ണുവിൻ്റെയോ ലക്ഷ്മി ദേവിയുടെയോ രാധാറാണിയുടെയോ കഠിന ഭക്തനോ ഭക്തയോ ആണെങ്കിൽ ഈ വൈശാഖ മാസത്തിൽ ഭഗവാൻ വൈകുണ്ഠം വിട്ട് ലക്ഷ്മി ദേവിയുമായി വന്ന് തൻ്റെ ഓരോ ഭക്തൻ്റെയും വീടുകളിൽ എത്തപ്പെടുന്ന പുണ്യ മാസമാണ് വൈശാഖ മാസം. അതാണ് മലയാളത്തിൽ മേടമാസം എന്ന് പറയുന്നത്. മേടമാസമാണ് വൈശാഖ മാസം. ഇത് വിശാഖം നക്ഷത്രവുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇതിന് വൈശാഖം എന്ന പേര് കിട്ടിയത്. ഇന്ദ്രനും വ്യാഴവുമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവതകളെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് വൈശാഖ മാസം നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളുടെ സർവ്വവിധ ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ്. സർവ്വ വിദ്യകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേത് എന്ന് ചോദിച്ചാൽ വേദം. സർവ മന്ത്രങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേത്? പ്രണവമന്ത്രം ഓം. എല്ലാ വൃക്ഷങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേത് എന്ന് ചോദിച്ചാൽ കൽപ്പവൃക്ഷം. എല്ലാ പക്ഷികളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേത് എന്ന് ചോദിച്ചാൽ സാക്ഷാൽ ഗരുഡൻ. നദികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേത് എന്ന് ചോദിച്ചാൽ സാക്ഷാൽ ഗംഗാനദി. രത്നങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേതെന്ന് ചോദിച്ചാൽ സാക്ഷാൽ കൗസ്തുഭരത്നം. ഇനി വരികയാണ് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈശാഖ മാസം. എന്തുകൊണ്ടാണ് വൈശാഖ മാസത്തിന് ഇത്രയും പ്രത്യേകത? ഈ വൈശാഖ മാസത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന മേന്മകൾ എന്ത്? ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. എൻ്റെ രാധേ രാധേ ചാനൽ കാണുന്നവർ സർവ്വ ദുരിതങ്ങളും മാറി ഐശ്വര്യമായിട്ടിരിക്കണമെന്നുള്ളത് കൊണ്ട് ഏപ്രിൽ 14 മേടമാസം 1-ാം തീയതി തൊട്ട് നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളൂ. ഫലം നിശ്ചയമാണ്. സാക്ഷാൽ ഭഗവാന്റെ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നരസിംഹ അവതാരവും പരശുരാമ അവതാരവും ബലരാമ അവതാരവും ഹയഗ്രീവ അവതാരവും അതേ കണക്ക് ലക്ഷ്മി ദേവിയുടെ സീതയായിട്ടുള്ള അവതാരവും ഇതെല്ലാം നടന്നത് വൈശാഖം എന്ന പുണ്യമാസത്തിലാണെന്നറിയുക. ത്രേതായുഗം ആരംഭിക്കുന്നതും വൈശാഖ മാസത്തിൽ ആരംഭിച്ചത് വൈശാഖ മാസത്തിലാണെന്നറിയുക. ഇതിൽ പരശുരാമനും ബലരാമനും വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയയുടെ അന്നാണ് ജനിച്ചത്. അതാണ് അതിന് ഇത്ര പ്രാധാന്യം. അതേ കണക്ക് ഭഗവാന്റെ നരസിംഹ അവതാരം വെളുത്ത ചതുർദശിയുടെ അന്നാണ് സംഭവിച്ചത്. അതേ കണക്ക് സാക്ഷാൽ സീതാദേവിയുടെ, അതായത് ലക്ഷ്മി ദേവി സീതാദേവിയായിട്ടുള്ള അവതാരം വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ നവമിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ചാർധാമിൽ ഒന്നായ ബദരീനാഥ്, ഈ ബദരീനാഥ് വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയയുടെ അന്നാണ് തുറക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. എന്നു മാത്രവുമല്ല, നമ്മുടെ ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, സാക്ഷാൽ രാധാവല്ലഭൻ, അദ്ദേഹം ജഗന്നാഥ ക്ഷേത്രത്തിൽ അങ്ങനെ ജഗന്നാഥനായി അങ്ങനെ വലസുകയാണ്. ആ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ രഥയാത്ര വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ദ്വിതീയയിലാണ് ആരംഭിക്കുന്നതെന്നറിയുക. അതേ കണക്ക് തന്നെ നമ്മുടെ ശ്രീബുദ്ധൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് വൈശാഖ പൗർണമിയിലാണ്. അതിനെ ബുദ്ധ പൂർണിമ എന്ന് നമ്മൾ വിളിക്കും. ബുദ്ധ പൂർണിമ എന്നറിയപ്പെടുന്നു. കണ്ടില്ലേ വൈശാഖത്തിൻ്റെ പ്രത്യേകത? സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മദിനം
വൈശാഖ മാസത്തിലെ ശുക്ല പഞ്ചമിയിലാണ്. തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ വൈശാഖ പൗർണമി പരമശിവന്റെ ആദ്യ പുത്രനായ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നതിനും കൂടി ഉപയോഗിക്കും, കൃഷ്ണാരാധന കൂടാതെ. അപ്പോൾ ശരിക്കും അതിനെ വൈശാഖി വിശാഖം എന്നാണ് തമിഴ്നാട്ടിൽ ഇത് അറിയപ്പെടുന്നത്. ഈ വൈശാഖ മാസത്തിൽ നിങ്ങൾ ഗംഗാനദിയിൽ മുങ്ങിക്കുളിച്ചാൽ സർവ്വവിധ പാപങ്ങളും മാറുമെന്ന സത്യം മനസ്സിലാക്കുക. വൈശാഖ മാസത്തിലെ അമാവാസി നാളിൽ ഏതെങ്കിലും ഒരു സമുദ്രത്തിലോ നദിയിലോ പോയി, മനസ്സിലായില്ലേ, അമാവാസിയിൽ നിങ്ങൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ പിതൃക്കളുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടുന്നതായിരിക്കും. അപ്പോൾ വൈശാഖ മാസത്തിൽ അമാവാസി നാളിൽ, വൈശാഖ മാസത്തിൽ അമാവാസി വരുന്ന അവസരത്തിൽ ഏതെങ്കിലും നദിയിലോ സമുദ്രത്തിലോ ചെന്ന് നിങ്ങൾ സ്നാനം ചെയ്താൽ നിങ്ങളുടെ പിതൃക്കളുടെ ആത്മാവ് ശാന്തമാകും. പിതൃക്കളെ കൊണ്ടുള്ള ദോഷം എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് അവസാനിച്ചു കിട്ടുന്നതാണ്. ഈ അമാവാസി വരുന്ന ദിവസം, അതായത് വൈശാഖ മാസത്തിലെ, മറ്റല്ല, വൈശാഖ മാസത്തിലെ അമാവാസിയിൽ പിതൃക്കള് ആൽമരത്തിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അന്നത്തെ ദിവസം ആൽമരത്തെ പൂജിക്കുന്നതിന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. എന്ന് മാത്രവുമല്ല, ഈ വൈശാഖ മാസത്തിൽ ശ്രദ്ധിച്ചിട്ടോണം, വൈശാഖ മാസത്തിലെ അമാവാസി ദിവസം സാക്ഷാൽ ലക്ഷ്മി ദേവി ആൽമരത്തിൻ്റെ ചുവട്ടിൽ വസിക്കുകയാണ്. അപ്പൊ ഈ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ആൽമരത്തിന്റെ ചുവട്ടില് പാല്, ശുദ്ധജലം കലർന്ന പാലൊഴിക്കണം. അങ്ങനെ പാലൊഴിച്ച് നിങ്ങൾ ആൽമരത്തെ പൂജിക്കണം. പൂജിച്ചിട്ട് 11 തൊട്ട്, അല്ല ഒന്നുകിൽ 11 വലത്ത് അല്ലെങ്കിൽ 21 വലത്ത് ആൽമരത്തിന് നിങ്ങൾ വെക്കണം. ഒന്നുകിൽ 11 വലത്ത് അല്ലെങ്കിൽ 21 വലത്ത് വെക്കുന്നതോടുകൂടി സാക്ഷാൽ ലക്ഷ്മി ദേവി നിങ്ങളിൽ സംപ്രീതയായി മാറുകയും നിങ്ങൾക്ക് സർവ്വവിധ അനുഗ്രഹങ്ങളും തരികയും ചെയ്യുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മാസം മാധവൻ അങ്ങേയറ്റം പ്രിയപ്പെട്ടതായതുകൊണ്ട് വൈശാഖ മാസത്തെ മാധവ മാസമെന്നും വിളിക്കാറുണ്ട്. വസന്തകാലം മാധവ മാസത്തിലാണ്. സകല പൂക്കളും വിരിഞ്ഞു നിൽക്കുന്നത് മാധവ മാസത്തിലാണ്. ഈ മാധവ മാസത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഈ വൈശാഖ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രാവിലെ എഴുന്നേറ്റുള്ള കുളിയാണ്. 6 നാഴിക പുലരുന്നതു വരെ രാവിലെ, അതായത് നിങ്ങൾ രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിലങ്ങ് എഴുന്നേറ്റാൽ മതി. അതായത് 3 മണിക്ക് നിങ്ങൾ എഴുന്നേറ്റാൽ മതി. 6 നാഴിക പുലരുന്നതു വരെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ നദികളിലും ആറിലും സമുദ്രത്തിലും നിങ്ങളുടെ വീട്ടിലുള്ള കിണറ്റിലും ഈ പ്രപഞ്ചത്തിലെ സർവ്വവിധ വിശിഷ്ട തീർത്ഥങ്ങളും ഒഴുകിയെത്തുന്ന പുണ്യദിനമാണ് വൈശാഖ മാസം. അപ്പോൾ വൈശാഖ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളുടെ വീട്ടിലെ കിണറിൽ പോലും സർവ്വതീർത്ഥങ്ങളും ഒഴുകിയെത്തും പുണ്യജലമാണ്. എപ്പോഴും പുലർച്ചെ 6 നാഴിക പുലരുന്നത് വരെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വെച്ച് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ കുളിച്ചിരിക്കണം. അങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ സർവ്വ തീർത്ഥങ്ങളും അതിൽ മുങ്ങിയ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും യോജിച്ച മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. വൈശാഖ മാസത്തിൽ നിങ്ങൾ ആരെയെങ്കിലും സഹായിക്കുക, അനാഥാലയത്തിൽ എന്തെങ്കിലും കൊടുക്കുക, അങ്ങനെ ഏത് പുണ്യകർമ്മം ചെയ്താലും അതിൻ്റെ 10 മടങ്ങ് ഫലം നിങ്ങൾക്ക് കിട്ടും. വൈശാഖ മാസത്തിൽ നിങ്ങൾ രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് കത്തിച്ചിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലണം. അതുകൂടാതെ അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ ചൊല്ലണം. പിന്നെ ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ, അതായത് നാരായണായ എന്നത് 108 തവണ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നത് 108 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ
നിങ്ങളുടെ സർവ്വവിധ ആഗ്രഹങ്ങളും സ്വാധിച്ചിരിക്കും. അതേ കണക്ക് വൈശാഖ മാസത്തിലെ വെളുത്ത ദ്വാദശിയിലും അതേ കണക്ക് തന്നെ പൗർണമിയിലും വ്രതമനുഷ്ഠിച്ചാൽ നിങ്ങൾ എന്താഗ്രഹിച്ചാലും കിട്ടിയിരിക്കും. വൈശാഖ മാസത്തില് കലിദോഷ നിവാരണ മന്ത്രമായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ അത് നിങ്ങൾ ദിവസേന 108 തവണ വെച്ച് ചൊല്ലിയാൽ നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങൾ എല്ലാം അകന്ന് സൂര്യനെ പോലെ ഉജ്ജ്വലമായ ശോഭയുണ്ടാകും. അത്രയ്ക്ക് പുണ്യമാസമാണ് വൈശാഖ മാസം. അപ്പോൾ വൈശാഖ മാസത്തിൽ രാവിലെ 4 മണിക്ക് മുമ്പ് ഉണരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 4 മണിക്ക് മുമ്പ് നിങ്ങൾ ജലത്തിൽ കുളിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുക. അങ്ങനെ കുളിക്കുന്ന അവസരത്തിൽ ഓരോ മഗ് വെള്ളമെടുത്തൊഴിക്കുമ്പോഴും ഓം നമോ നാരായണായ അല്ലെങ്കിൽ നാരായണ നാരായണ അങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം കുളിക്കാൻ. അപ്പോൾ വൈശാഖ മാസത്തിൽ നിങ്ങൾ നാരായണ 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 അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം നിങ്ങൾ വെള്ളം ഒഴിച്ച് വൈശാഖ മാസത്തിൽ കുളിക്കാനായിട്ടെന്ന് അറിയുക. ഇനി സ്ത്രീകൾക്ക് പീരിയഡ്സ് ആണെങ്കിൽ അവർ ഈ മന്ത്രം ചൊല്ലണ്ട. എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്നും പറഞ്ഞ് വെള്ളം കോരി ഒഴിച്ച് നിങ്ങളും അത് ചെയ്യുക. അല്ലാതെ പീരിയഡ്സ് ആണെന്നും പറഞ്ഞ് അവിടെ നിങ്ങൾ മാറിയിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എന്നിട്ട് രാവിലെ തന്നെ നിങ്ങൾ കുളിച്ചതിന് ശേഷമേ അടുക്കളയ്ക്കകത്ത് കയറി അടുപ്പ് പറ്റിക്കാവൂ. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, വൈശാഖ മാസത്തിൽ എല്ലാ വൈശാഖ മാസത്തിലും 4 മണിക്ക് മുമ്പ് കുളിക്കാൻ ശ്രദ്ധിക്കുക. സർവ്വ തീർത്ഥങ്ങളിലും മുങ്ങിക്കുളിച്ച ഫലം കിട്ടും. ഇനി അതിന് സാധിക്കാത്തവർ 5 മണിക്കോ 5:30ക്കോ എഴുന്നേറ്റ് കുളിക്കുക. അപ്പോൾ ആ തീർത്ഥങ്ങളുടെ പ്രയോജനം കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. 5:30ക്ക് കുളിക്കുക. കുളിക്കുമ്പം ഓം നമോ നാരായണായ ജപിക്കുക, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുക. പീരിയഡ്സ് ആണെങ്കിൽ നിങ്ങൾ എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുളിക്കുക. അതിനുശേഷം നിങ്ങൾ കുളിച്ചതിന് ശേഷം തുളസി വീട്ടിലുണ്ടെങ്കിൽ അതിന് വെള്ളം ഒഴിക്കുക. തുളസി തറയുണ്ടെങ്കിൽ അത് കത്തിക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ അടുക്കളയിൽ കയറാവൂ. ഈ വൈശാഖ മാസം ഒരു മാസം ഏതാണ്ട് 27 ദിവസങ്ങൾ വരും. ഈ 27 ദിവസവും മത്സ്യ മാംസാദികൾ ഒരു കാരണവശാലും കഴിക്കരുത്. നിങ്ങൾ രാവിലെ കുളിച്ച് പുതിയ വസ്ത്രം, പുതിയെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതെന്നല്ല, കഴുകി നിങ്ങൾ തേച്ച് വെച്ചിരിക്കുന്ന വസ്ത്രം ധരിക്കുക. അതേ കണക്ക് നിങ്ങൾ ഉച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ദേഹം കഴുകുക. ദേഹം കഴുകി ഇട്ടിരിക്കുന്ന വസ്ത്രം മാറ്റിയിട്ട് വീണ്ടും 108 തവണ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുക. അതേ കണക്ക് വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചു വെക്കുക. അപ്പം രാവിലെ നിങ്ങളൊരു കാര്യമുണ്ട്, രാവിലെ നിങ്ങൾ വിഷ്ണു സഹസ്രനാമവും ചൊല്ലണം, ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ ഇത് 3ഉം ചൊല്ലണം. വിഷ്ണു സഹസ്രനാമം രാവിലെ ചൊല്ലുന്നതാണ് ഉത്തമം. പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾ ചൊല്ലുക. വൈകുന്നേരം നിങ്ങൾ ശ്രദ്ധിക്കുക, വൈകുന്നേരം നിങ്ങൾ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഈ 2 മന്ത്രങ്ങളും അതിൻ്റെ കൂടെ ഓം ക്ലീം കൃഷ്ണായ നമ ഓം ക്ലീം കൃഷ്ണായ നമ എന്നിട്ട് ഒന്നുകിൽ ലക്ഷ്മി ദേവിയുമായി ബന്ധിപ്പിച്ച മന്ത്രം ഓ ലക്ഷ്മി നാരായണായ നമ എല്ലാം വ്യക്തമാകുന്നുണ്ടല്ലേ. സന്ധ്യയ്ക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ, ഒന്നുകിൽ ഓം ലക്ഷ്മി നാരായണായ അല്ലെങ്കിൽ ഓം രാധാ വല്ലഭായ സ്വാഹ. ഇതിലേതാ നിങ്ങൾക്കിഷ്ടം? രാധാറാണിയുടെ ഭക്തർ ഓം രാധാ വല്ലഭായ സ്വാഹ, അതല്ല ലക്ഷ്മി ദേവിയുടെ ഭക്തർ ലക്ഷ്മി നാരായണായ എന്ന മന്ത്രം നിങ്ങൾ ജപിക്കുക. എന്നിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും നിങ്ങൾ നാരായണ 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 ജപിച്ച് കിടക്കുക. പിന്നെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഈ നാരായണ നാരായണ ജപിച്ചൊന്ന് ഉറങ്ങണം. ഇപ്പോൾ ഭാര്യാഭർത്താക്കന്മാർക്കുണ്ടെങ്കിൽ അത് നടക്കില്ല. അമ്മമാരൊക്കെ സ്വസ്ഥമായിട്ട് കിടക്കുന്നെങ്കിൽ നാരായണ നാരായണ ജപിച്ചൊന്ന് ഉറങ്ങുക. കാരണം മാസങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ മാസമാണ്. അതുകൊണ്ടാണല്ലോ ഭഗവാന്റെ അവതാരങ്ങളും ശങ്കരാചാര്യ സ്വാമിയുടെ ജനനവും ബുദ്ധന്റെ ജനനവും എല്ലാം വൈശാഖ മാസത്തിൽ വരുന്നത്. അപ്പോൾ വൈശാഖ മാസം ഞാൻ പറഞ്ഞതുപോലെ
വ്രതം എടുക്കുക. വ്രതം ആഹാരം കഴിക്കാതിരിക്കുന്നതല്ല, മത്സ്യമാംസാദികൾ വർജിക്കുക. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നിങ്ങൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക. എല്ലാ ദിവസവും വീടിനടുത്തുള്ള ഏതമ്പലത്തിലും പോകാം. കൃഷ്ണസ്വാമി ക്ഷേത്രമാണെങ്കിൽ ഉത്തമം. വ്യാഴാഴ്ച ദിവസം കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ പോകണം. അപ്പോൾ വൈശാഖ മാസത്തെക്കുറിച്ച് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.